ഹലോ ഗായ്സ്, ഇന്നലെ ഞങ്ങൾ പഴയ കോളേജ് ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഒരു ഗെറ്റ് ടുഗദർ പോലെ ഉണ്ടായിരുന്നു. പഴയ കോളേജ് ഫ്രണ്ട്സിനൊക്കെ ഇട്ടിട്ടാ. അപ്പൊ അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ പഴയ ഞാനും ശാലു കൂടിയിട്ടുള്ള പഴയ കോളേജിന്റെ സമയത്തുള്ള റിലേഷൻഷിപ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോഴാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലായത് അന്നത്തെ കാര്യം ഇന്നത്തെ കാര്യം മൊത്തത്തിൽ വ്യത്യാസമുണ്ട്, കംപ്ലീറ്റ്ലി വ്യത്യാസമുണ്ട്. കാരണം അന്ന് ഭയങ്കര ഷൈ ആയിരുന്നു, ഇത്ര കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഭയങ്കര കുറച്ചുകൂടി കോൺഫിഡൻസ് ആണ്. അങ്ങനെ കുറെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഇപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ കൂടി അത് ഷെയർ ചെയ്തിട്ടൊരു വീഡിയോ ആക്കാന്ന് നമ്മളിന്ന് വിചാരിച്ചത്. ഷാരിനെ വിളിക്കട്ടെ, ഷാരിനും ഉണ്ടായിക്കോട്ടെ. കാരണം ഇത് ഷെയർ ചെയ്യുമ്പോ അവളോട് കാണാം. അവൾക്ക് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. ഷാരിയോ എന്ത് ചെയ്യണ്? ഇടുവാ എന്ത് ചെയ്ത് മടക്കിക്കൊണ്ട് ബാക്കി മടക്കി ഡ്രസ്സ് മടക്കണ്ട നീ. ഏത് ഡ്രസ്സ് മടക്കിയിട്ട് എന്ത് ചെയ്ത് കാര്യം പറഞ്ഞോ? ഏത് ഞാൻ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, അതൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. ഏത് അപ്പൊ കോളേജിൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്ന കാര്യങ്ങളും അപ്പൊ എന്ത് അപ്പൊ ഞങ്ങൾ രണ്ടാമത് ഒരുമിച്ചാണ് പറഞ്ഞത് അല്ലേ? ഫ്രണ്ട്സ് ആയിട്ടല്ല സ്റ്റാർട്ട് ചെയ്തത്, പിന്നെയാണ് അതൊരു മച്ച് ലവ് എന്നുള്ള ഡീപ്പർ കണക്ഷനിലേക്ക്. അത് സത്യമാണ്. കാരണം ഇങ്ങനത്തെ ഒരു കണക്ഷനിലാവും ഞാൻ ശരിക്കും പറഞ്ഞു ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു. ഓൾമോസ്റ്റ് 8 years ആയില്ലേ. ലിറ്ററലി ഞങ്ങള് ഒരുമിച്ച് ഗ്രോണപ്പ് ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു കാലഘട്ടം ഞങ്ങളുടെ ലൈഫിലെ ഡിഫറെന്റ് സ്റ്റേജസ്, അതായത് സ്ട്രഗിൾസ്, ഫൈറ്റ്സ്, അങ്ങനെ കുറെ ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺ പോലെ തന്നെ ഒരുപാട് സ്റ്റേജസ് നമ്മൾ എന്ത് ചെയ്ത് ഈ സ്റ്റേജിൽ കണ്ടിരുന്നില്ലേ? റിലേഷൻഷിപ്പ് ആകുമ്പോൾ അപ്സ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്തൊക്കെ വന്നാലും ഗിവ് അപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരാ പ്രപ്പോസ് ചെയ്ത് പറഞ്ഞോൾക്ക്? പ്രപ്പോസ് ചെയ്ത് ഞാൻ തന്നെയാണ്. പ്രപ്പോസ് ചെയ്തേ, പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. ഞാൻ അന്ന് പ്രപ്പോസ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ എന്താന്ന് വെച്ചാല് ഒരു കോൺഫിഡൻസ് ഇല്ല പ്രപ്പോസ് ചെയ്യാൻ. ഇങ്ങനെ ആകെ ഷൈയായിരുന്നു. ഞാൻ എങ്ങനെ ആകെ ഒരു നെർവസ് ആയിട്ട് എങ്ങനെ ഇപ്പൊ പറയുന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്തൊക്കെ നേരം ഞാൻ സംഭവം പറഞ്ഞ് കാര്യം തീരും. പക്ഷെ നമ്മളെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ് തൊട്ട് അത്ര ഈസി ആയിരുന്നില്ല അല്ലേ? നമ്മളെ റിലേഷൻഷിപ്പ് ഈസി ആവുന്നതിന് കാരണം വെച്ചാൽ നമ്മുടെ കുറച്ച് എക്സ്പെക്ടേഷൻസ്, ഫാമിലി മാറ്റേഴ്സ് അതൊന്നും നമുക്ക് അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തെന്നെ സംഭവിച്ചാലും ശരി, ഞങ്ങള് നല്ല കൂളായിട്ടും സ്ട്രോങ് ആയിട്ടും നിൽക്കാനായിരുന്നു നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതും ഞങ്ങള് നിന്നതും. ബട്ട് സ്റ്റിൽ ഇത് നടക്കൂല്ലെന്ന് കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷെ എന്തെന്നെ വന്നാലും ശരി, ഞങ്ങള് ഭയങ്കര ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഭയങ്കര ട്രസ്റ്റോട് കൂടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയില്ലേ. ബട്ട് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാർ മാത്രമല്ലല്ലോ. അത് ശരിയാ. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതില് നമുക്ക് ഫാമിലി, എക്സ്പെക്ടേഷൻസ്, സ്ട്രഗിള്, ഇതൊക്കെ ഭയങ്കര ചലഞ്ചസ് ആയിട്ടാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു റിജക്ഷന്റെ ഒക്കെ പേടിയുണ്ടായിരുന്നു. കാരണം എന്റെ വീട്ടിൽ സിറ്റുവേഷൻ അങ്ങനെ, പ്രത്യേകിച്ച് ഉപ്പാക്ക് ലവ് മാരേജ് ഒന്നും കേൾക്കണ എന്നെ ഇഷ്ടം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ നേരെ നോ പറയാൻ മാത്രല്ല എനിക്ക് വേറെ പ്രപ്പോസൽസ് നോക്കുകയും ചെയ്ത്. അപ്പൊ ഞാൻ ഭയങ്കര സാഡായി. പക്ഷെ ഉമ്മാക്ക് അറിയണ്ടായിരുന്നു ഞങ്ങള് ഭയങ്കര സീരിയസ് ആണ്, ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പൊ ഉമ്മ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്റെ വിഷമം കണ്ടിട്ട് ഉമ്മ എന്നോട് ചോദിച്ച് എനിക്കൊരു ആസ്ട്രോളജറായിട്ട് സംസാരിച്ചുകൂടെയാണ്. അപ്പൊ എനിക്കിതിൽ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ വേറെ ഒന്നും ഇല്ലല്ലോ, വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഓക്കെ നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ആസ്ട്രോടോക്ക് ആപ്പ് വഴി ആസ്ട്രോളജർ കൃഷ്ണനായിട്ട് കണക്ട് ആവുന്നത്. ആളെ എന്റെ അടുത്ത് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും മാത്രം ചോദിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണോ. എന്നിട്ട് ആള് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ തമ്മിൽ മാരേജ് പൊട്ടൻഷ്യൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാന് സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആള് ഒന്നുകൂടി അക്യൂറേറ്റ് ആയിട്ട് എന്നോട് ചോദിച്ചു മാരേജ് ഇഷ്യൂസ് ആണോന്ന്. അപ്പൊ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഞാൻ ആളുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആളുടെ അടുത്ത് നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസും ഫാമിലി പ്രശ്നവും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളെല്ലാം കേട്ടിരുന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയാം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കണേന്ന്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നമ്മൾ തമ്മിലുള്ള ഇഷ്യൂസും ഫാമിലി പ്രഷറും ഒക്കെ മാറാൻ സ്ട്രോങ് ചാൻസസ് തന്നെ കാണുന്നുണ്ട്, എന്തായാലും ഒന്നിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷെ ഇത് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇത് വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളൊരു സംശയത്തോടെ ഞാൻ നോക്കിയത്. പക്ഷെ ഇതൊക്കെ കേട്ടപ്പോ ശരിക്കും പറഞ്ഞ ഒരു സമാധാനം, ഒരു ഹോപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സർപ്രൈസ് ആയെന്ന് വെച്ചാല് ഇത് കാരണം ഇതൊക്കെ പറഞ്ഞതൊക്കെ അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഞാൻ ശരിക്കും പറഞ്ഞ് ഞെട്ടിയത്. കാരണം ഏത് മാസമായിരുന്നു വീട്ടിൽ സംഭവിച്ചത്? ജനുവരി ലാസ്റ്റ്.
ജനുവരി ലാസ്റ്റ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്ത പോലെ കാര്യം സംഭവിച്ചുല്ലേ. പിന്നീട് ഫെബ്രുവരിയോട് കൂടിയിട്ട് തന്നെ നമ്മുടെ വെഡിങ് എൻഗേജ്മെന്റ് ഒക്കെ ഡേറ്റ് നമ്മള് ഫെബ്രുവരിയിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഏപ്രിൽ 13-ന് ഏപ്രിൽ 13-നാണ് നമ്മൾ എൻഗേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജൂലൈ 10-നാണ് നമ്മുടെ വെഡിങ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം നല്ല രീതിക്ക് തന്നെ ഭംഗിയായിട്ട് നടന്നില്ലേ. ഞങ്ങളുടെ ഫാമിലി ഞങ്ങളെ മാരേജിന് അഗ്രി ചെയ്താണ് ഞങ്ങളുടെ ജേണിയില് ഏറ്റവും ബ്യൂട്ടിഫുൾ പാർട്ട്. ഇപ്പൊ ഞങ്ങള് മാത്രമായിട്ട് തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പാണ് രണ്ട് ഫാമിലി തമ്മില് ഒന്നിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയത് അല്ലേ. ഞങ്ങളുടെ മാരേജിന്റെയും എൻഗേജ്മെന്റിന്റെ ഒക്കെ ഡേറ്റ് അവള് പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ റൈറ്റ് പേഴ്സൺ ആയിട്ട് റൈറ്റ് ടൈമിൽ സംസാരിക്കാൻ കിട്ടിയത് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്ന് പറയില്ല, അതുപോലെ. അതൊരു പോയിന്റ് ആണ്. കാരണം ഒരു റൈറ്റ് ടൈമിലുള്ള റൈറ്റ് പേഴ്സന്റെ ഒരു അഡ്വൈസ് ഇല്ലെങ്കിൽ ആ ഒരു സജഷൻസ്, ആ ഒരു അഡ്വൈസ് മതി എല്ലാം മാറ്റിമറിക്കാൻ. അങ്ങനെ ഫെയ്ത്തിന്റെ ഒക്കെ ഒരു ഹെൽപ്പോട് കൂടി എല്ലാം ഗ്രേറ്റ്ഫുൾ ആവേ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് ഫാമിലി റിയലൈസ് ചെയ്യുകയും ചെയ്ത്. ഞങ്ങൾ തമ്മിലുള്ള എന്താണ് ആ ഒരു കണക്ഷൻ, ആ ഒരു ബോണ്ട് ഒരു നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാൻ എന്ത് ചെയ്ത് അത് കഴിഞ്ഞാൽ സാധിച്ചു. അങ്ങനെ ഒരു പൂർണ്ണ മനസ്സോടെ എന്നെ സമ്മതിച്ചു. പക്ഷെ ആ ഒരു നിമിഷമാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയത്, ഞങ്ങളെ കംപ്ലീറ്റ് ഫുൾഫിൽ ആക്കിയത് ആ ഒരു മൊമെന്റിലാണ്. ശരിക്കും പറഞ്ഞൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് ഉണ്ടായിരുന്നിട്ടാ. നമ്മൾ പല ആൾക്കാരുടെ ലൈഫ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര നോർമലായിട്ടും സോർട്ടഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ അവര് സ്റ്റിൽ അവരുടെ റിലേഷൻഷിപ്പിൽ കൂടെ ഒക്കെ ഒരുപാട് കൺഫ്യൂഷൻസിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ചിലവർ അവരുടെ റിലേഷൻഷിപ്പിൽ ഫാമിലി അഗ്രി ചെയ്യോ, ചിലവര് എന്താണ് മാരേജ് നടക്കുവോ, പിന്നെ ഫ്യൂച്ചറൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവരെ കരിയർ വൈസും ഫിനാൻഷ്യൽ വൈസും ഒക്കെ ഓക്കെ ആവുന്നൊക്കെ കൺഫ്യൂഷൻസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ടൈമിൽ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാതെ നിങ്ങൾക്ക് ക്ലാരിറ്റിയും ഡയറക്ഷനും തരുന്ന ആൾക്കാരായിട്ട് സംസാരിക്കണം എപ്പോഴും ബെറ്റർ. അപ്പൊ നിങ്ങൾ ഇതുപോലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസോ ലവ് മാരേജ് ട്രബിൾസോ മാരേജ് ഡൗട്ട്സോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നല്ലൊരു ആസ്ട്രോളജറിനായിട്ട് സംസാരിച്ച് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്നെ പോലെ നല്ലൊരു ആസ്ട്രോളജിനായിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആസ്ട്രോടോക്ക് ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഫസ്റ്റ് ചാറ്റ് ഫ്രീയാ. നമ്മുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ഒന്നുമില്ല, പക്ഷെ ഹോണസ്റ്റ് റിയൽ അതാണ്. ഈ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും അതൊക്കെ നമ്മൾ തരണം ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ എത്തിപ്പെട്ടൂലേ. നിങ്ങൾ പ്രേമിക്കുന്നവരാണെങ്കിൽ പറയാനുള്ളതെന്ന് വെച്ചാല് നെവർ ഗീവ് അപ്പ് അല്ലേ. ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ട്രൂ ലവ് എങ്ങനെയായാലും അതിന്റെ ഹാപ്പി എൻഡിങ് വരും. അതാണ്. അപ്പൊ ഇനി നമ്മൾ ഈ വീഡിയോ, നമ്മുടെ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് എന്ത് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്ത് കമന്റിലൂടെ നിങ്ങൾ രേഖപ്പെടുത്തുക. എന്ത് ചെയ്ത് ഇനി പുതിയ വീഡിയോ എന്തെങ്കിലും ചെയ്യാൻ സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കട്ടെ അല്ലേ. അപ്പൊ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ വിട്ടാ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.